Konnichiwa minasan, welcome back to another video. നമ്മൾ നോക്കാൻ പോകുന്നത് ഗാച്ചിയക്കൂട്ട് എന്ന് പറഞ്ഞ സീരീസിന്റെ എപ്പിസോഡ് 3ന്റെ എക്സ്പ്ലനേഷൻ ആണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പേജ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടിട്ട് ആ ഹൈ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം, കുറച്ചധികം നാളായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്, സൗണ്ട് ഒന്നും ഒട്ടും തന്നെ പോരാ, ആകെപ്പാട് പനിയൊക്കെ പിടിച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. സോ മാക്സിമം ലൈക്കും മാക്സിമം സപ്പോർട്ട് ഞാൻ കമന്റ് ബോക്സിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരുത്തനെ കാണിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എജിൻ നീ എന്നെ വിളിക്കുന്നത് കുറച്ച് റെയർ ആണല്ലോ, ഇപ്പോൾ ഇതെന്നെ പറ്റി? ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്, അവന് നല്ല ടാലൻറ്റും ഉണ്ട്, നല്ല പവറും ഉണ്ട്. അതുമാത്രമല്ല അവൻ എന്തായാലും ക്ലീനിയറിൽ ജോയിൻ ചെയ്യുന്നതാണ്. സോ അവൻ എന്തായാലും ഒരു ട്വിറ്ററിന് ആവശ്യമുണ്ട്. സോ നിന്നെ എന്തായാലും എനിക്കൊന്ന് കാണണം. അപ്പം തന്നെ നമ്മുടെ റോഡൊക്കെ കിടന്ന് കാണുന്നുണ്ട്. അതിന് ഞാനെപ്പോഴാണ് നിന്നോട് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞത്? ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞില്ലേ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം. ഈ സമയത്ത് റോഡിനെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ഡോക്ടറെ കിടന്ന് കാണുന്നുണ്ട്. ഡാ പയ്യ, നീ പറയുന്നത് ആദ്യം ശ്രദ്ധിച്ചു കേട്ടോ. നീ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നത് തന്നെ അവൻ്റെ കാരണം കൊണ്ടാണ്. അവൻ നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും അവിടെ കിടന്ന് ചത്തേന്നാണ്. സോ ആദ്യം അവനൊരു വലിയ താങ്ക്സ് പറയാൻ നോക്ക്, എന്നിട്ട് കിടന്ന് കാറാൻ നോക്ക്. അങ്ങനെ റോഡോടെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് റോഡ് പറയുന്നുണ്ട്, എജിൻ ഞാൻ കുറച്ച് താമസിച്ചെന്നറിയാം, പക്ഷേ എന്തായാലും താങ്ക്സ്. ഇവിടുത്തെ ബില്ല് കൊടുത്തതിലും എന്നെ ഹെൽപ്പ് ചെയ്തതിനും എല്ലാത്തിനും തന്നെ. എന്തായാലും നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഈ സ്ഥലം നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇവിടെ ഒരു ഇൻഫോർമേഷനും നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുമില്ല. അതുകൊണ്ട് പുറത്തിറങ്ങി കിടന്ന് വാ പൊളിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അവർ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു കടയുടെ പുറത്ത് ചെയ്യുന്നുണ്ട് റൂഡോ ഇരുന്ന് ബർഗർ കഴിക്കുന്നതാണ്. ഈ സമയത്ത് റൂഡോയുടെ മനസ്സിൽ കുറേയധികം ഡൗട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ കേട്ടത് വെച്ച് നോക്കാൻ നേരത്ത് താഴെ മുഴുവൻ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നോക്കണേ, ഒരു സിറ്റിയുണ്ട്, കുറേയധികം ആൾക്കാരുണ്ട്, നല്ല ഫുഡുണ്ട്. ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, പറഞ്ഞതുപോലെ നിന്റെ പേരെന്താണ്? റൂഡോ. ഓ ഓക്കെ റൂഡോ, ഞാൻ പറയുന്നത് നീ ആദ്യം ശ്രദ്ധിച്ചേക്ക്. ഈ സ്ഥലത്തിനെ പറ്റി, ഈ ഗ്രൗണ്ടിനെ പറ്റി ഞാൻ നിനക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ സ്ഥലത്ത് പെട്ടെന്ന് തന്നെയാണ് ഗാർബേജൊക്കെ അടിഞ്ഞു കൂടുന്നത്. ഗാർബേജിൻ്റെ ഒപ്പം തന്നെ ഹ്യൂമൻ ഇമോഷനും തോട്ട്സും എല്ലാം തന്നെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജിയും ഇവിടെ അടിഞ്ഞുകൂടും. ആ ഒരു എനർജി കാരണം തന്നെ വേരിയസ് ആയുള്ള ഫിനോമിനസും ഇവിടെ ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് നീ നേരത്തെ കണ്ട ആ ഒരു ട്രാഷ് ബീസ്. അവർ മനുഷ്യരെ കാണാൻ നേരത്തെ തന്നെ അറ്റാക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ടൗൺസിലോട്ടൊന്നും അധികമൊന്നും അവർ വരാറില്ല, പക്ഷേ എങ്കിലും വരാറുണ്ട്. സോ ഇവിടെ വേറെയും ടൗൺസ് ഉണ്ടോ? ഉണ്ട്, കുറച്ചധികം ടൗൺസ് ഉണ്ട്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ ട്രാഷ് ബീച്ചിനൊന്നും നോർമൽ വെപ്പൺസ് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. കാര്യം അവരുടെ ഉള്ളിലും ഈ ഒരു തോട്ട്സ് ഉണ്ട്. അതിന് പകരമായിട്ട് പക്ഷേ നിന്റെ കൈ കിടക്കുന്ന ആ ഒരു ഗ്ലൗസ് ഇല്ലേ, അതുകൊണ്ട് നിനക്ക് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. എന്ത്? ഈ ഗ്ലൗസ് കൊണ്ടോ? അത് തന്നെ. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നന്നായിട്ട് നോക്കിയാൽ, മറ്റെന്തിനെക്കാട്ടും നന്നായിട്ട് അതിനെ നോക്കിയാൽ, അതിന് കെയർ കൊടുത്താൽ, ഒരു പ്രത്യേക ടൈം കഴിയാൻ നേരത്ത് ആ ഒരു ഒബ്ജക്റ്റിനും അതിൻ്റെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടാകുന്നതാണ്. ആൻഡ് ആ തോട്ടിനെയാണ് നമ്മൾ വൈറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് മാത്രമേ നമുക്ക് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ തോട്ട് കൊണ്ട് ഒരു തോട്ടിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതെല്ലാ മനുഷ്യർക്കും കിട്ടാറില്ല. സോ എനിക്ക് അതുകൊണ്ടല്ലേ? അതെ, നിനക്കും എനിക്കും നമ്മളെപ്പോലുള്ള കുറച്ച് പേർക്ക് മാത്രമേ അതുള്ളൂ. ആൻഡ് നമ്മളെ വിളിക്കുന്നത് ഗീവേഴ്സ് എന്നാണ്. പിന്നെ ഈ ക്ലീനേഴ്സിൻ്റെ പരിപാടി ഈ ട്രാഷ് പീസിനെയൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണോ നീ എന്നെ വിളിച്ചത്? അതെ. സോ ഞാൻ നിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നീ എനിക്ക് ആ ഇൻഫോർമേഷൻ തരുമോ? ഇൻഫോർമേഷൻ സത്യം പറഞ്ഞാൽ അവിടേക്ക് എങ്ങനെയാണ് പോകണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് വലിയ പ്ലാനൊന്നുമില്ല. അല്ല, നീ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കാറുണ്ട് നിനക്കെല്ലാം അറിയാവുന്നതായിരുന്നല്ലോ. ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും എനിക്ക് അറിയാമെന്ന് പറഞ്ഞു? ഇല്ല. പക്ഷേ എൻ്റെ ബോസിന് ഇതിനെപ്പറ്റി എന്തോന്ന് നന്നായിട്ട് തന്നെ അറിയാം. പറഞ്ഞതുപോലെ ആ ഗ്ലൗസ് നിനക്ക് ആരാണ് തന്നത്? അതെൻ്റെ അച്ഛനാണ്, എൻ്റെ വളർത്തച്ഛൻ. ആരായാലും കൊള്ളാം, ആ ഗ്ലൗസിനെ നീ നന്നായിട്ട് തന്നെ നോക്കണം. കാര്യം അത് നിനക്ക് എന്തായാലും ഉപകാരം മാത്രമേ കൊണ്ടുതരത്തുള്ളൂ. അതുകൊണ്ട് അതിനെ നന്നായിട്ട് നീ ചെറിഷ് ചെയ്യണം. എന്തായാലും നീ ഞങ്ങളോട് ചേരാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല, അതിനായിട്ട് നിനക്ക് ആദ്യം ഒരു ട്വിറ്ററിന് ആവശ്യമുണ്ട്. അവനെന്തായാലും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പോയി വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് എജിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. പെട്ടെന്ന് റോഡോ പോയിട്ട് പറയുന്നുണ്ട്, എജിൻ റിയലി താങ്ക്സ്, എല്ലാത്തിനും റിയലി താങ്ക്സ്. എന്നെ ചെക്കപ്പ് ചെയ്തു, എനിക്ക് ഫുഡ് മേടിച്ചു തന്നു, എല്ലാത്തിനും. അതൊന്നും വേണ്ട, എന്നാലും ഇത് പിടിച്ചൊന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കുറച്ച് പൈസ നമ്മുടെ റോഡോടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത്ര അധികം എന്തിനാണ്? അതൊന്നും കുഴപ്പമില്ല, അത് നിൻ്റെ പൈസയല്ലേ. എന്ത്? എൻ്റെ പൈസയോ? പിന്നെ അല്ലാതെ നിൻ്റെ ഉടുപ്പ് വിറ്റിട്ടല്ലേ ആ പൈസയൊക്കെ കിട്ടിയത്. ആ പൈസ കൊണ്ടല്ലേ നിന്നെ ചെക്കപ്പ് ചെയ്തതും ഈ ഫുഡ് മേടിച്ചു തന്നതും എല്ലാം ഞാൻ ചെയ്തത്. അല്ലാതെ എൻ്റെ എല്ലാം പൈസ കിടക്കണം. എടാ നായ, നീ എപ്പോഴും ഇതുപോലെ തന്നെയാണ്. നിനക്കെൻ്റെ തലയിൽ കയറാത്ത ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂഡ് അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ടൈമിൽ എജിനൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു പൂച്ച വന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൈസയും കടിച്ചിട്ട് അവിടുന്ന് ഓടുന്നത്. റൂഡുമായിട്ട് എൻ്റെ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഓടിയിട്ടും ഈ സാധനത്തിനെ കിട്ടുന്നില്ല. പെട്ടെന്ന്
അവിടെ കണ്ട ഒരു സ്റ്റിക്ക് എടുത്തുകൊണ്ട് നേരെ ഈ പൂച്ചനെ കുത്തി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പൂച്ചയുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരുത്തൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നായെ, അതെൻ്റെതാണ്, മര്യാദക്ക് തിരിച്ചു തരാൻ നോക്ക്. നിൻ്റെതോ കോപ്പാണ്, ഈ പൈസ എൻ്റേതാണ്. നിൻ്റെ പൈസയല്ല, നിൻ്റെ കയ്യിരിക്കുന്ന ആ ഒരു സ്റ്റിക്കില്ലേ, അത് എൻ്റേതാണെന്നാണ് പറഞ്ഞത്. ഈ സ്റ്റിക്കോ, ഇത് വെറും ഒരു സ്റ്റിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് റൂഡോ തിരിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അവനെ തള്ളി മാറ്റിയിട്ട് ആ സ്റ്റിക്ക് അവൻ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ എന്നൊക്കെ സൂക്ഷിച്ച് അവൻ നോക്കുന്നുണ്ട്. റൂഡോ ആലോചിക്കുന്നുണ്ട്, ഇവന് വല്ല വട്ടുണ്ടോ. പെട്ടെന്നാണ് അവൻ്റെ മേത്തുള്ള ആ ഒരു സിമ്പിൾ റൂഡോ ശ്രദ്ധിക്കുന്നത്. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ട്രഷർ എടുക്കുന്നത് അത് അത്ര വലിയ നല്ല കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ്റെ സ്റ്റിക്കിലേക്ക് ഒരു പവർ വരുന്നുണ്ട്. എന്നിട്ട് ആ സ്റ്റിക്കിൻ്റെ രൂപവും പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോഴാണ് റൂഡോയ്ക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. ആ സിമ്പിൾ എജിൻ്റെ മേത്തും ഉണ്ടായിരുന്നു. അതിനർത്ഥം ഇവനൊരു ക്ലീനർ ആണെന്നല്ലേ. സോ എൻ്റെ പാർട്ട്ണറിനെ തൊട്ടതിൻ്റെ എന്തായാലും നീ അനുഭവിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നേരെ റൂഡോനെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. റൂഡോട്ടെ നൈസിലാണ് അത് ഡോട്ട് ചെയ്ത് മാറിയത്. നിന്റെ പേര് റൂഡോ എന്നല്ലേ, നിനക്കെൻ്റെ പേരറിയാം, അപ്പോൾ നീ ഒരു ക്ലീനർ അല്ലേ? ആ, എജിൻ പറഞ്ഞ് കേട്ടിരുന്നു. ഒരു ടാലൻ്റ് ഉള്ളവനെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നീ എൻ്റെ ഇന്ന് ശരിക്കും മേടിക്കും. എൻ്റെ പേര് സോക്കോൻ നിഷിക്കു, ഞാൻ ടീം അക്കൂട്ടിലുള്ള ഒരു ക്ലീനറാണ്. എജിൻ എന്നോട് പറഞ്ഞിരുന്നു നിൻ്റെ ട്യൂട്ടറായി മാറാനായിട്ട്. പക്ഷേ നീ വന്നപ്പോൾ തന്നെ എൻ്റെ സാധനം കട്ടുകൊണ്ട് ഓടാൻ നോക്കിയല്ലേ. നിന്നാദ്യം ബേസിക്കുള്ള ഹ്യൂമൻ നീഡ്സ് തന്നെ വേണം പഠിപ്പിക്കാൻ. ഞാൻ കട്ടുവൊന്നുമില്ല, ആ പൂച്ച ഓടിയപ്പോൾ അതിൻ്റെ പുറകെ ഓടി. മിണ്ടിപ്പോകരുത്. ആദ്യം തന്നെ നീ എൻ്റെ സാധനം കട്ടു. നീ ആദ്യം പഠിക്കേണ്ടത് ബേസിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താടാ, നിൻ്റെ വീട്ടുകാർ നിന്നെ ഒന്നും പഠിപ്പിച്ചു തന്നില്ലേ? എന്താണ് ഇവൻ പറഞ്ഞത്? ഇവനൊന്നും തന്നെ അറിഞ്ഞൂടാ. എൻ്റെ അച്ഛനെ കുറിച്ച് ഇവനെ ഒന്നും തന്നെ അറിഞ്ഞൂടാ. പെട്ടെന്ന് റെക്ടോവിനോട് മുമ്പ് പറഞ്ഞ കുറച്ചധികം വാക്കുകൾ ഇവൻ്റെ മനസ്സിലേക്ക് വരും. അതിങ്ങനെയായിരുന്നു, റൂഡോ, നീ ആദ്യം സമാധാനത്തിൽ വേണം നിൽക്കാൻ, എന്നിട്ട് വേണം മറ്റുള്ളവരോട് സംസാരിക്കാൻ. അവർക്കും ഫീലിങ്സ് ഉള്ള കാര്യം നീ മറക്കല്ലേ. ആ ഫീലിങ്സും നീ റെസ്പെക്ട് ചെയ്യണം. ഈ വാക്കുകൾ പെട്ടെന്ന് വന്നപ്പോൾ അവന് മനസ്സിലായി, ശരിയാണ്, ഇവനൊരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ട് വന്നതല്ല, പകരം ഞാൻ തെറ്റ് ചെയ്തതെന്ന് ആലോചിച്ചത് കൊണ്ട് മാത്രം വന്നതാണ്. അവൻ്റെ പ്രഷ്യസ് ആയുള്ള സാധനം ഞാൻ എടുത്തുകൊണ്ട് മാത്രമാണ് അവൻ ഈ ദേഷ്യപ്പെടുന്നത്. ശരിയാണ്, എൻ്റെ ഗ്ലൗ എടുത്താലും ഞാൻ അങ്ങനെ തന്നെ പ്രതികരിക്കത്തുള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാനൊരിക്കലും നിൻ്റെ സാധനം കക്കാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല. ആ പൂച്ചനെ പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ അത് അറിയാതെ എടുത്താണ്. എന്നോട് ക്ഷമിക്കൂ. ഓ അങ്ങനെയായിരുന്നോ? അയ്യോ, എങ്കിൽ എന്നോട് ക്ഷമിക്ക്. ഇത് നീ എന്നോട് ആദ്യം തന്നെ പറഞ്ഞ പോലെ എന്നോ. ഞാൻ പെട്ടെന്ന് നിന്നോട് ദേഷ്യപ്പെട്ടല്ലേ. എന്തായാലും എന്നോട് ക്ഷമിക്കുക കേട്ടോ. അത് വർക്കായോ? ഞാൻ ആദ്യമായിട്ട് ഒരുത്തനുമായിട്ട് മര്യാദക്ക് സംസാരിച്ചോ? റെക്ടോ പറഞ്ഞത് ശരിയായിരുന്നോ? അല്ല, നീ എന്തായാലും ക്ലീനേഴ്സ് ചേരാൻ പോകുന്നില്ലേ? എന്തായാലും ഞാനായിരിക്കും നിൻ്റെ കൂടെ കാണുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും ഇനി മര്യാദക്ക് തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ കൈ നീട്ടുന്നുണ്ട്. അല്ല, നിൻ്റെ വയറ്റിൽ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? അത് എൻ്റെ എബിലിറ്റി അല്ലേ? അയ്യോ, അതിനെപ്പറ്റി എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഈ ഗ്ലൗസ് ആണെന്നാണ്. എനിക്ക് എൻ്റെ എബിലിറ്റിനെ പറ്റിയൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. ഓ, ഈ ഗ്ലൗസ് അല്ലേ? കൊള്ളാം. ഇത് ശരിക്കും അവൻ തന്നെയാണ്. ഇവൻ ആൾ തന്നെ മാറിപ്പോയല്ലോ. ഇവനെത്ര കാമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. എന്തായാലും ഇതില്ലടാ, ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഇതെൻ്റെ വയറ്റിൽ ഇൻസ്ട്രുമെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അല്ല, അത് വർക്കായെങ്കിൽ റെക്ടോ പിന്നെ പറഞ്ഞത് ചിരിക്കാനല്ലേ. സോ ഒന്ന് ചിരിച്ച് നോക്കാമെന്നും പറഞ്ഞോട്ട് നേരെ നമ്മുടെ റോഡ് ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഞാൻ എന്തായാലും എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് അവൻ കിടന്ന് ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ സാക്കയ്ക്ക് ദേഷ്യം വന്നിട്ട് നീ എന്താ കളിയാക്കണമെന്ന് പറഞ്ഞിട്ട് റോഡോടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് റോഡൊക്കെ ഒരു കാര്യം മനസ്സിലായത്, അത് വർക്കായില്ല. അത് വർക്കാഞ്ഞത് ചിലപ്പോൾ ഞാൻ എൻ്റെ പല്ല് കാണിച്ചുകൊണ്ടായിരിക്കുമോ? അല്ല, നീ എന്തിനാ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യം ചെയ്യാം, പല്ല് കാണിക്കാതെ ഒന്ന് ചിരിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പല്ല് കാണിക്കാതെ ഒന്ന് ചിരിച്ച് നോക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ സാക്ക് വീണ്ടും ദേഷ്യം കണ്ട് കിടന്ന് കാറുന്നുണ്ട്. നീ കൂടുതൽ കിടന്ന് കളിക്കില്ല, നീ എന്നെ മോക്ക് ചെയ്യാൻ എനിക്ക് കാണുന്ന തന്നെ മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിലും അതാണ് ചിരി. ആ ചിരി കൊണ്ടാണ് നീ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത്. ആ ചിരി കൊണ്ടാണ് നിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകണത്. നിന്റെ ഗോൾ ഒരു കോപ്പ് നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ആ ചിരി കൊണ്ട്. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ റോഡിക്ക് ദേഷ്യം വരും. എൻ്റെ ഗോളിനെ പറ്റി നീ എന്താണ് പറഞ്ഞത്? അത് നിനക്ക് എന്താണെന്ന് അറിയാവോ? അത് നിനക്കറിയാൻ പോലുമല്ല. അതുകൊണ്ട് നീ അതിനെപ്പറ്റി പറയരുത്. സോ ഞാൻ വിചാരിച്ചത് ഞാനും നീയായിട്ട് ഒന്ന് ഫ്രണ്ട്ലായിട്ടിരിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. നീ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവനായിട്ട് തൻ്റെ സ്റ്റാഫ് മുമ്പിലേക്ക് വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റുന്നുണ്ട്. പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. കാര്യം റൂഡുമായിട്ട് ആ സമയത്ത് ഒരു കമ്പി അവിടെ നിന്ന് വലിച്ചൂരിയെടുത്തായിരുന്നു. ആ കമ്പി തന്നെ അവൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവൻ്റെ വയറ്റിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആ ഗ്ലൗസ് അല്ല, പകരം അവന് തൊടാൻ പറ്റുന്ന എല്ലാം തന്നെ അവൻ്റെ വയറ്റിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതാണല്ലേ അവൻ്റെ എബിലിറ്റി.
സോ നിന്റെ എബിലിറ്റി ഒക്കെ കൊള്ളാം, പക്ഷേ ആ എബിലിറ്റി വെച്ചാൽ മാത്രമുണ്ട് നിനക്കെന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ടൈമിൽ പെട്ടെന്നാണ് മുകളിൽ നിന്ന് ആ സ്റ്റാഫ് നേരെ താഴത്തേക്ക് വന്ന് നമ്മുടെ റൂഡോയുടെ നേരെ വന്നത്. പക്ഷേ റൂഡോട്ടെ അത് ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. റൂഡോയ്ക്ക് അധികം ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. നീ ജീനിയസ് ആയിരിക്കും, പക്ഷേ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരെ ബാറ്റിൽ മുന്നോട്ട് കൊണ്ടുപോകുവാണ്. റൂഡോ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സാക്ക അത് ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ മുഖത്ത് എന്തോന്നൊന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് അടുത്തൊരു അറ്റാക്ക് തന്നെ റൂഡോനെ അടിച്ച് നേരെ താഴ്ത്തിയിട്ടുണ്ട്. നിനക്ക് പവറുണ്ട്, പക്ഷേ നിനക്ക് ബുദ്ധിയില്ല. അല്ല ഇതെന്താണ് എൻ്റെ മുഖത്തൊന്നും പറഞ്ഞുണ്ട് അവനത് നോക്കി എടുത്തൊന്ന് മണത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. ഇതാണോ? ഈ സമയത്ത് റൂഡോ വീണ്ടും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ആ സാധനം മുമ്പിലേക്ക് നീട്ടും. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഒരു പ്ലഗറായിരുന്നു. പ്ലഗറാ? അതെന്ത് കോപ്പാണ്? മിണ്ടാതിരിക്കാടെന്ന് പറഞ്ഞിട്ട് റൂഡോ അതുകൊണ്ട് അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ സാക്ക പേടിച്ച് കുറച്ച് ഡോഡ് ചെയ്ത് മാറിയിട്ട് റൂഡോ അടുത്ത് ഓടിപ്പോവാണ്. ഇവനെന്നെ പറ്റി? ഇവനെന്നെ കണ്ട് പേടിച്ചോ അതോ ഇത് കണ്ട് പേടിച്ചോ? സോ ഇത് ഇത്രയ്ക്ക് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് റൂഡോ അവനിട്ട് ഓടിക്കുവാണ്. അവിടെ തേരപ്പര കുറേ ദൂരം സാക്കനിട്ട് നമ്മുടെ റൂഡോ ഓടിക്കുന്നുണ്ട്. അങ്ങനെ ഓടുന്ന വഴി ഒരു പൂച്ച വട്ടം ചാടിയും നമ്മുടെ സാക്കയുടെ കൺട്രോൾ പോകുകയും ചെയ്യും. ഈ സമയത്ത് റൂഡോ മുകളിലേക്ക് ചാടി അവൻ്റെ കയ്യിലുണ്ടെന്ന ആ ഒരു പ്ലഗർ കൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാക്ക ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. തൻ്റെ കണ്ണിലൊക്കെ കണ്ണീര് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമില്ലാതെ ആ സെക്കൻഡിൽ തന്നെ റൂഡോ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം വന്ന് അങ്ങനെ നമ്മുടെ സാക്കയുടെ മേത്ത് വീഴുന്നുണ്ട്. സാക്കയുടെ കിടന്ന് കാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എജിനാണ്. പുള്ളിക്കാനായിട്ട് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിപ്പോയത്. കാര്യം അവൻ നോക്കാൻ നേരത്ത് സൈഡിൽ നമ്മുടെ റൂഡോ ഇരിപ്പുണ്ട്. പക്ഷേ റൂഡോയുടെ അപ്പുറത്തായിട്ട് നമ്മുടെ സാക്ക ബോധം കേട്ട് കിടപ്പുണ്ട്. അങ്ങനെ ആ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ എജിനായിട്ട് പൊട്ടിച്ചിരിക്കുവാണ്. എന്താണ് നീ അതുകൊണ്ട് ഫൈറ്റ് ചെയ്തെന്നോ? അതുകൊണ്ട് നീ ഫൈറ്റ് ചെയ്തോ? റൂഡോയ്ക്ക് അപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായത്. അവനിതിനു മുമ്പ് ഇതിനെപ്പറ്റി കേട്ടല്ലോ. പക്ഷേ ഇവിടെ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് എജിൻ പൊട്ടിച്ചിരിക്കുവാണ്. സാക്കയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. പുള്ളിക്കാരുടെ തല കുനിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നല്ല ഫൈറ്റ് ചെയ്തത്, അതും ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട്. എൻ്റെ പൊന്നോ. ഈ സമയത്ത് എജിൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ട് കണ്ടുമുട്ടിയില്ലേ, അത് ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. റൂഡോ, എന്തായാലും നിന്റെ ട്യൂട്ടർ ഇനി മുതൽ ഇവനായിരിക്കും. അവൻ നിസ്സാരക്കാരനൊന്നുമില്ല. ഗീവേഴ്സിൻ്റെ കൂടെ തന്നെ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഒരുത്തനാണ്. അത് മാത്രമല്ല അവൻ്റെ വൈറ്റൽ ഇൻസ്ട്രുമെൻറ്റ് നീ കണ്ടല്ലേ. സോ ക്ലീനേഴ്സിൻ്റെ കൂട്ടത്തിൽ അവൻ പുലി തന്നെയാണ്. സോ അവൻ്റെ കയ്യിൽ നിന്ന് നീ നന്നായിട്ട് പഠിക്കാൻ നോക്ക്. എജിൻ എന്നെ അക്നോളജ് ചെയ്യുന്നു. അതെങ്ങനെ സാധ്യമായി? അവൻ ശരിക്കും എന്നെ അക്നോളജ് ചെയ്തു. പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, അവൾ ഏറ്റവും പുറകിൽ കിടപ്പുണ്ട്. അവളുടെ പേര് റിയോ എന്നാണ്. റിയോ, നീ എഴുന്നേറ്റോ? പെട്ടെന്ന് അവൾ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ടാട്ടെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ക്യൂരിയസ് ആയിരുന്നു. സോ നീയാണല്ലേ റൂഡോ? എന്നിട്ട് റൂഡോയുടെ തലയിൽ മുടിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനും ഒരു ക്ലീനർ തന്നെയാണ് കേട്ടോ. സോ റൂഡോ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? നമ്മളിപ്പോൾ പോകുന്നത് ക്ലീനേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ ടൗൺ വിട്ട് പുറത്തേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, പിന്നൊരു കാര്യം, നമ്മളിൻ്റെ അകത്ത് മെയിനായിട്ട് ഡയലോഗ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫൈറ്റൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആനിമി കാണുക. അതുകൊണ്ട് തന്നെ മാക്സിമം ആനിമി കണ്ടിട്ട് മാത്രം നമ്മുടെ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആനിമി കാണുന്ന ആ ഒരു ഫീലും നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല നിങ്ങൾക്കുള്ളിലുള്ള എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും.